ഞാൻ എങ്ങനെയാണ് ഒരു ക്യാബിൻ ക്രൂ ആയെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇന്റർനാഷണൽ കമ്പനിയിൽ എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് സോ ഹൗ ഐ ബിക്കെയിം എ ക്യാബിൻ ക്രൂ. കൊള്ളാം. ന്യൂയോർക്കിൽ ബേസ് അല്ലെങ്കിൽ ജർമ്മനിയിൽ ബേസ് അല്ലെങ്കിൽ ലണ്ടനിൽ ബേസ് സ്റ്റോറി ആയതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഐ ഡോണ്ട് നോ. ട്രാവൽ ചെയ്യാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ ഞാൻ അത്രയും ഇതായിട്ട് കാണുമ്പോൾ ഫോൺ നോക്കി കിടക്കുന്ന സമയത്ത് എനിക്കൊരു മെയിൽ വന്ന് ഖത്തർ എയർവേസിൻ്റെ ആയിരുന്നു. കിട്ടിയ ജോലി കളഞ്ഞു എന്നുള്ളൊരു ഇത് എനിക്ക് എന്താ ഒരു ബാംഗ്ലൂരിലൊരു കോഴ്സ് ഉണ്ടായ ആട്ട. ഞാൻ അപ്പോഴത് മൈൻഡിൽ വെക്കാം. നമുക്ക് ജോലി കിട്ടാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു ടൈമാണ്. ഞാൻ എങ്ങനെയാണ് ഒരു ക്യാബിൻ ക്രൂ ആയത്? ഞാൻ കുടിക്കട്ടെ. നോക്കിയപ്പോൾ അത് എംടെക് ആയിരുന്നു. എന്നാലോചിച്ച് നോക്ക് എൻ്റെ ജേണി എങ്ങനെയാണ്. ഇന്ന് ആ ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു കളയാന്ന് വിചാരിച്ച്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഹലോ, എൻ്റെ പേര് പ്ലേസി. ഞാനൊരു ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യാണ് ഖത്തർ എയർവേസിൽ. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എൻ്റെ എല്ലാ വീഡിയോയിലും ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ മേ ബി കുറച്ച് പേരെങ്കിലും അത് കുറച്ച് കൂടി പറയണ പോലെ ഇരിക്കും. പക്ഷെ എന്നാലും മിക്ക വീഡിയോയിലും അല്ലെങ്കിൽ മിക്ക ആൾക്കാരും കണ്ടിന്യൂസ്ലി എന്നോട് ചിലവർ ചോദിക്കണ ഒരു ഇതാണ് ഞാൻ എങ്ങനെയാണ് ഒരു ക്യാബിൻ ക്രൂ ആയത്, എൻ്റെ ജേണി എങ്ങനെയാണ്, പിന്നെ ഹൗ ഐ ബിക്കെയിം എ ക്യാബിൻ ക്രൂ. അതിപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ. അപ്പോൾ ആ വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറി പറയുമോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു കളയാമെന്ന് വിചാരിച്ച്. യൂഷ്വലി ഇന്നും എൻ്റെ തൊണ്ട എന്തൊക്കെയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓഫ് കോഴ്സ് ഇതൊരു സ്റ്റോറി ആയതുകൊണ്ട് കുറച്ച് നീളം കൂടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചെറുതാക്കി വെക്കാനാണ് താല്പര്യം. പിന്നെ കഥ പറയുമ്പോൾ ചിലപ്പോൾ വേറെ വഴി കൂടെ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അപ്പോഴത് മൈൻഡിൽ വെക്കാം നേരെ അതിലോട്ട് എത്താൻ. ബട്ട് ചില എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. സോ പ്ലീസ് ബെയർ വിത്ത് മീ. സോ ഹൗ ഐ ബിക്കെയിം എ ക്യാബിൻ ക്രൂ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് കോഴ്സ് എടുക്കണം, കോഴ്സ് ഏതാ എടുത്തതെന്ന് പറയുമോ, പിന്നെ നല്ലൊരു ഏവിയേഷൻ സ്കൂൾ സജസ്റ്റ് ചെയ്യുക, ഏത് ഏവിയേഷൻ സ്കൂളിലാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഏത് ഏവിയേഷൻ കോഴ്സാണ് ചെയ്തത്, ഡിപ്ലോമ ഏതായിരുന്നു, ഇങ്ങനെ കുറേ പേര് ചോദിച്ചത്. ഞാൻ ഓൾറെഡി പറഞ്ഞ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റിൽ കുറേ പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ പറ്റി പറയാത്തതെന്നൊക്കെ വെച്ചാൽ മേ ബി എൻ്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഏവിയേഷൻ സ്കൂളിൻ്റെയൊക്കെ സംഭവം ഞാൻ അങ്ങനെ പറയാത്തത്. മേ ബി എൻ്റെ കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും. ടോട്ടൽ ഡിഫറെൻറ്റ് ജേണി ആയിരുന്നു. അപ്പോൾ എന്താ സംബന്ധിച്ചാൽ ഞാൻ കോഴ്സിനെ പറ്റി പറയാം. ആദ്യം തന്നെ ഞാൻ +2 എടുത്തത് ബയോമാക്സ് ആയിരുന്നു. അപ്പോൾ ബയോമാക്സ് എടുക്കാനുള്ള കാരണം എല്ലാവരും പറഞ്ഞു ബയോമാക്സ് എടുത്താൽ എന്തിലോട്ട് വേണമെങ്കിലും തിരിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിലോട്ട് വേണമെന്ന് അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഈ ഇൻ്റർവ്യൂ മേ ബി ആവണ വരെ എനിക്ക് പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഉണ്ടായില്ല എന്ത് ജോലി ചെയ്യണം എന്നുള്ളത്. അത് നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ മേ ബി അറിയാൻ പറ്റും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കുമല്ലോ എന്താണെന്ന് വെച്ചാൽ ഒന്നും പറയാറുണ്ടാവില്ല എനിക്ക്. പിന്നെ ഒരിടയ്ക്ക് ഞാൻ എന്തൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറയും. എന്തെടുക്കണം എന്നല്ല. അപ്പോൾ ആ ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡ് വെച്ചാൽ എൻട്രൻസ് എഴുതണം എന്നുള്ളൊരു സംഭവം ഉണ്ട്. എൻട്രൻസ് എന്തായാലും എഴുതും. ചിലർ വെറുതെ ആണെങ്കിലും എൻട്രൻസ് എഴുതും. അപ്പോൾ ആ സമയത്ത് എല്ലാവരും അതായിരുന്നു. അപ്പോൾ എനിക്കെന്തായാലും ഡോക്ടർ എൻജിനീയർ എന്തായാലും ഇല്ല എന്നുള്ളത് എനിക്കൊരു ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ടീച്ചർ നോക്കാം, പക്ഷെ അതങ്ങോട്ട് പോയി. അപ്പോൾ ബയോമാക്സ് എടുത്തു കഴിഞ്ഞിട്ട് ബയോമാക്സിൽ നമുക്ക് അത്യാവശ്യം പഠിക്കാൻ +2 ആണ് എല്ലാം എന്നാണല്ലോ ആ സമയത്ത് പറഞ്ഞിട്ടെന്ന് വെച്ചത്. അപ്പോൾ എല്ലാ പ്രാവശ്യം പഠിക്കുമ്പോൾ ഉണ്ടാവും. 10th പഠിക്കുമ്പോൾ പറയും 10th ആണ് എല്ലാം എന്ന്, +2 പഠിക്കുമ്പോൾ പറയും +2 ആണ് എല്ലാം എന്ന്. അപ്പോൾ അതുകൊണ്ട് കാരണം +2-ലൊക്കെ അതും ബയോമാക്സ് ഒക്കെ ആയതുകൊണ്ടാണ് പഠിക്കാനുണ്ട്. എല്ലാത്തിലും പഠിക്കാനുണ്ട്. വേറെ കാര്യമുണ്ട്, എന്തെടുത്താൽ ഏത് കോഴ്സ് എടുത്താലും പഠിക്കണം. അപ്പോൾ ഡിഗ്രിക്ക് എന്തായാലും നമ്മുടെ സിനിമയിൽ ഇതൊക്കെ കാണാമെന്ന് വെച്ചാൽ അങ്ങനെ ഡിഗ്രിയൊക്കെ അടിച്ച് പൊളിക്കേണ്ട ഒരു സമയമാണ്. എല്ലാ സിനിമയിലും നോക്കിയാലും ഡിഗ്രിയിലാണ്, കോളേജ് ലൈഫിലാണ് കുറേ കളർഫുൾ ലൈഫൊക്കെ ഇരിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ എന്തായാലും കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണം എന്നുള്ള നാട്ടിൽ ഞാൻ വിചാരിച്ചു അധികം പഠിക്കൊന്നുമില്ലാത്ത ചില്ലായിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് BA എടുക്കാം, എന്നാൽ BA ഇംഗ്ലീഷ് എടുക്കാം, അപ്പോൾ അധികം പഠിക്കേണ്ടിയൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു. ഓ ഗോഡ്. മറ്റേലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക്
ഉത്തരം കിട്ടിയില്ലെങ്കിൽ സ്റ്റെപ്പൊക്കെ എഴുതി വെച്ചാൽ സ്റ്റെപ്പിനെങ്കിലും മാർക്ക് കിട്ടുമെന്നുള്ള ഇത് എഴുതിയാലും അത്രയും നമുക്ക് പേജ് കണക്കിന് എഴുതണം. ഈ ലിറ്ററേച്ചർ എടുത്തവർക്ക് അറിയായിരിക്കും. പക്ഷെ ഞാൻ പറയില്ല അതിനെ പറ്റി. അപ്പം ഇങ്ങനെ എഴുതും. അതാണ് ലിറ്ററേച്ചറിലുള്ളത്. ഓഫ് കോഴ്സ് അത് ഇഷ്ടപ്പെട്ട് അതിൻ്റെ സംഭവം പഠിക്കാൻ അതിനെപ്പറ്റി ഇതുള്ളവർക്ക് ഓഫ് കോഴ്സ് അത് നല്ലൊരു ഇതാണ്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു ഞാൻ എൻ്റെ ഡിഗ്രിക്ക് എടുത്തേച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പി ജിയിലോട്ട് എത്തി. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ ഡിഗ്രി കഴിയാൻ ടൈമൊക്കെ ആയപ്പോഴേക്കും കൊറോണ വന്ന് ലാസ്റ്റ് എക്സാമൊക്കെ ആയപ്പോൾ. അപ്പോൾ കൊറോണ എൻ്റെ ലാസ്റ്റ് 2-3 ഫൈനൽ എക്സാമൊക്കെ കൊറോണയുടെ ടൈമിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിൽക്കുക മീൻസ് പൂട്ടി എല്ലാവരും മറ്റേ ക്വാറന്റൈൻ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സാംസ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ മെയിൻ സംഭവം ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ അപ്പോൾ മാക്സിമം നമുക്ക് 5 എക്സാം വരെ എഴുതാം. നമ്മൾ 5നും അപ്ലൈ ചെയ്ത് ഒന്നും നോക്കിയില്ല. കോഴ്സ് ഏതാണെന്ന് പോലും അറിയാണ്ട് എടുത്തത്. എന്ന് വെച്ചാൽ ഒരെണ്ണം ഞാനിപ്പോൾ കാണാൻ ഭംഗിയുള്ള കോഴ്സ് എന്നുള്ള മട്ടിൽ കുറച്ച് ചായയുള്ള കോഴ്സ് എന്നുള്ള മട്ടിലാണ് ഞാൻ എടുത്തത്. മെയിൻ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും ടു ബി ഫ്രാങ്ക് പറയാമെന്ന് വെച്ചാൽ ആ സമയം ക്വാറന്റൈനിൽ ഇരിക്കണമല്ല. അപ്പോൾ ആ സമയത്തിന് കുറച്ചങ്ങോട്ട് മാറി കുറച്ച് വന്നപ്പോഴേക്കും നമുക്ക് ഇറങ്ങാന്നുള്ള വന്നപ്പോഴാണ് ഈ എക്സാമൊക്കെ നടത്തുന്നത്. ബട്ട് എന്നാലും സ്റ്റിൽ റൂൾസൊക്കെ ഉണ്ട്. അതിൻ്റെ മെയിൻ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും വെച്ചാൽ അതിൻ്റെ പേരിൽ നമുക്ക് ഇറങ്ങാം, അതിൻ്റെ പേരിലൊന്നും മനുഷ്യരെ കാണാം. ആ സമയത്തൊക്കെ അതൊക്കെ വലിയൊരു ഇതാണല്ലോ, പുറത്തിറങ്ങാം എന്നൊക്കെ പറയണതൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് പുറത്തിറങ്ങാം എന്നൊക്കെയുള്ളത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ വെച്ചത് ഒന്ന് ജേർണലിസം നോക്കാമെന്ന് വെച്ച് അതെടുത്ത്. പിന്നെ എൻ്റെ ഒരു കോഴ്സ് ഉണ്ടായില്ല, പിന്നെ സൈബർ സെക്യൂരിറ്റി. ഇതൊക്കെ ഞാൻ ആ കോഴ്സിൽ നോക്കുമ്പോൾ അതിൽ നമുക്ക് 5 എക്സാം എഴുതാം. അപ്പോൾ 5 എണ്ണത്തിൽ ഏത് വെക്കും നോക്കുമ്പോൾ ആ കാണുന്നതിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വെക്കണേണ്. അതാണ് സംഭവം കേട്ടോ. സൈബർ സെക്യൂരിറ്റി, പിന്നെ ഒരെണ്ണം MBA ടൂറിസം ട്രാവൽ മാനേജ്മെൻറ്റ്, പിന്നെ ഒരെണ്ണം ഇംഗ്ലീഷായിട്ട് ബന്ധപ്പെട്ട എന്തുകൊണ്ട് മാസ് കമ്മ്യൂണിക്കേഷനോ അങ്ങനെ എന്തൊക്കെ കോഴ്സാണ് വെച്ചത്. അപ്പം അന്ന് ഞാൻ ചെന്നപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയണമെങ്കിൽ ഞാനിപ്പോൾ ഒരു ദിവസം എക്സാമിന് പോയേക്കാണ്. എക്സാമിന് ഞാൻ പോയി എൻ്റെ പേപ്പർ തുറന്നപ്പോഴേക്കും നോക്കുമ്പോൾ ജാവ സംഭവമൊക്കെ. ദൈവം എന്താ ജാവ സംഭവങ്ങളൊക്കെ എന്താണെന്ന് നോക്കി ഞാനപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷകളിലിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ പൊക്കത്ത് നോക്കിയപ്പോഴേക്കും സൈബർ സെക്യൂരിറ്റി മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായുള്ളൂ. അതെന്താണെന്ന് നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ നോക്കിയപ്പോൾ അത് MTech ആയിരുന്നു. എന്നാലോചിച്ച് നോക്ക്, വെറുതെ ഇട്ട് ഞാൻ ഭാഗ്യത്തിലല്ല മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റൊക്കെ പോയി. അത് MTech പരീക്ഷയാണെന്ന് പോലും അറിയാണ്ടാണ് ഞാൻ അത് വെച്ചത്. എൻ്റെ ഒരു ഇത് നിങ്ങൾ ആലോചിക്കണം. ആ സമയത്ത് തന്നെ ഹോസ്റ്റലിൽ നിൽക്കണം എന്നൊക്കെ അത് ഹോസ്റ്റൽ ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കഴിവതും ഇത്തിരി ദൂരെയുള്ള കോളേജൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനൊക്കെ എൻ്റെ വീട്ടിൽ മനസ്സിലായി ഞാനത് അതിന് വേണ്ടിയിട്ടാണ് വെക്കണേന്നൊക്കെ മനസ്സിലായി. രാജസ്ഥാൻ തന്നെ പോകണം എന്നുള്ളതൊക്കെ നല്ല ക്യാമ്പസ് അങ്ങനെയൊക്കെ നോക്കി വെക്കണത്. അങ്ങനെ ഇന്ന് വരുന്നപ്പോഴാണ് നമ്മുടെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി, അത് കാസർഗോഡാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം അങ്ങനെയൊക്കെ എപ്പോഴേക്കും പിന്നെ എനിക്ക് PG സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇവിടെ കാസർഗോഡ് കിട്ടി. അപ്പോൾ ഹോസ്റ്റലിൽ അപ്പോൾ ഞാൻ ഈ MBA ടൂറിസം വെച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ സെമസ്റ്റർ നോക്കിയപ്പോൾ എല്ലാ സെമ്മിലും ഡെസ്റ്റിനേഷൻ വിസിറ്റ് ഉണ്ട്, നമ്മൾ ടൂറുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ സെറ്റ് ഇത് കിട്ടിയാൽ നമുക്ക് എന്താ എല്ലാ സെമ്മിലും ട്രാവൽ, എല്ലാ സെമ്മിലും ടൂറ് പോവാം. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് അത് വെച്ചാണ് അത് നോക്കണ ഒരു ത്വരയിൽ ഞാൻ എന്താ നോക്കാണ്ടിരുന്നത് സംസാരത്തിൽ അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽ പെടാണ്ടിരുന്നൊരു സംഭവിച്ചാൽ അതിൽ അക്കൗണ്ടൻസി ഉണ്ടായിരുന്നു. കൊറോണ ടൈമിലായതുകൊണ്ടാണ് ആദ്യത്തെ 2 സെം കൊറോണയുടെ അങ്ങനെ ഓൺലൈൻ ക്ലാസ് പോയി. പിന്നെ നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനയും ഇതൊക്കെ കാരണം ഒരു 3ാമത്തെ സെം തൊട്ട് പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം എന്നുള്ള ഇതായി. അപ്പം അങ്ങനെ കോളേജ് ലൈഫിനെ പറയണക്കാട്ടും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഹോസ്റ്റൽ ലൈഫാണ്. എന്താ വെച്ചാൽ എല്ലാവരും ഹോസ്റ്റൽ ലൈഫിനെ പറ്റി പറയുമ്പോൾ എന്താ പറയുക, ഫുഡ് മോശം അങ്ങനെയൊക്കെയാണല്ലോ പറയണത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഫുഡായിരുന്നു മെയിൻ. നമ്മൾ ശരിക്കും ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കും നന്നായിട്ടിരിക്കണം, കാരണം അത്രയും നല്ല ഫുഡും അതാണ് മെയിൻ. പഠിത്തത്തെക്കാട്ടും കൂടുതൽ അവിടെ നടന്നേച്ചത് ഞങ്ങൾക്ക് നടന്നേച്ചത് അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് നല്ല ഹോസ്റ്റൽ നല്ല റൂമൊക്കെ ആയിരുന്നു. നമ്മൾ എല്ലാവരും ഞാനിഷ വേറൊക്കെ ഒരു റൂമിലായിരുന്നു അപ്പോൾ നടന്നേച്ചത്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു സ്റ്റോറി ആയതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഐ ഡോണ്ട് നോ, ഇപ്പോൾ സ്റ്റോറി ആയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. എൻ്റെ PG ലാസ്റ്റ് സമയത്ത്, അപ്പോൾ PGയിൽ ഈ എൻ്റെ ഒരു ലാസ്റ്റ് സെമസ്റ്ററിൽ ഏവിയേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അല്ല ഏവിയേഷൻ എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഈ എയർലൈൻസ് സംഭവങ്ങൾ ഒക്കെ പഠിക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എക്സാമ്പിളായിട്ട് ഇങ്ങനെ ഖത്തർ എയർവേസ്, എമിറേറ്റ്സ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെയാണ് കുറച്ചും കൂടെ അതിനെപ്പറ്റി നമ്മൾ നോക്കണത്.
അപ്പോൾ എനിക്ക് ഏവിയേഷൻ എന്നുള്ള സംഭവം കുറച്ച് ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ കൊള്ളാം. അപ്പോൾ എനിക്ക് അപ്പോഴും ഏത് ജോലി ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളൊരു ഇതാണ്. ചിലർക്ക് ടൂറിസം ഇതിൻ്റെയായിട്ട് ബന്ധപ്പെട്ട് നോക്കണമെന്നുണ്ട്, ചിലർക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ട്, അങ്ങനെ ഓരോരോ ഇത് ആർക്കെങ്കിലും ഉണ്ട്. പക്ഷെ എനിക്കെപ്പോഴും പറയാനൊന്നും കിട്ടാറില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് നിനക്കൊന്നും പറയാത്തില്ല. പക്ഷെ ജനുവലി എനിക്കൊന്നും പറയാൻ കിട്ടുന്നുണ്ടായില്ല എന്ത് ജോലി. എന്ന് വെച്ചാൽ ഒരു സാധനം എൻ്റെ മൈൻഡിലുണ്ടായാൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള മട്ടം ഉണ്ടായിരുന്നു. ഞാൻ അടിച്ചു നോക്കും ഗൂഗിളിൽ ഏതൊക്കെ ജോലിയാണ്, ജോബ്സ് ആർ അലൈവ് യു ടു ട്രാവൽ എന്നൊക്കെ പറഞ്ഞ് അടിച്ചൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ക്യാബിൻ ക്രൂ വരും. പക്ഷെ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അപ്പം അങ്ങനെ ഞാനിത് നോക്കിയപ്പോൾ ക്യാബിൻ ക്രൂൻ്റെ ഇല്ല. അപ്പോൾ ആ സമയത്ത് ഫ്രഷറാണല്ലോ ഞാൻ, ഫ്രഷറാണ്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാത്തിനും എക്സ്പീരിയൻസ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ എമിറേറ്റ്സിൻ്റെ എക്സ്പീരിയൻസ് അവർ ഹോസ്പിറ്റലിൽ എടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ക്വാളിഫിക്കേഷനിൽ ചോദിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ക്യാബിൻ ക്രൂ ജർമ്മനി അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ കൊച്ചി, എവിടെയാണോ നടക്കണത് അങ്ങനെയാണ് അതിൽ വന്നത്. ഞാൻ എന്താ വിചാരിച്ചത്, ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ക്യാബിൻ ക്രൂ ജർമ്മനി എന്ന് പറഞ്ഞാൽ ഓക്കെ ജർമ്മനിയിൽ ബേസ് ഉണ്ട്, ക്യാബിൻ ക്രൂ ന്യൂയോർക്കിൽ ബേസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലെന്ന് വെച്ചാൽ ഇതാണ്. കാരണം എനിക്കൊരു പുതിയൊരു സംഭവമാണിത്. എൻ്റെ പരിചയത്തിലുള്ള ആരും അങ്ങനെ ഇതില്ല. ഞാൻ ഭയങ്കര അത്രയും ജനുവലി ഇൻട്രസ്റ്റ് ആയിട്ടല്ല ഇതാക്കണം നമ്മൾ ഒരു ഇതിൽ. പക്ഷേ സംഭവം കൊള്ളാം. ന്യൂയോർക്കിൽ ബേസ് അല്ലെങ്കിൽ ജർമ്മനിയിൽ ബേസ് അല്ലെങ്കിൽ ലണ്ടനിൽ ബേസ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാനാണെങ്കിൽ വണ്ടി എല്ലാത്തിലും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും റിജക്ഷൻ വരും. എന്താണ് റിജക്ഷൻ വരാം. പിന്നെയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാനത് അങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ജർമ്മനി എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ അവർ വെന്യൂ വെച്ച് ജർമ്മനിയിൽ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതാണ്. അല്ലെങ്കിൽ കൊച്ചി ആണെങ്കിൽ കൊച്ചിയിൽ ഇൻ്റർവ്യൂ നടപ്പുണ്ട്, ചെന്നൈ ആണെങ്കിൽ ചെന്നൈയിൽ ഇൻ്റർവ്യൂ നടപ്പുണ്ട്. അപ്പോൾ അതാണ് അത് ഉദ്ദേശിക്കണത്. അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. അപ്പോഴും ഞാൻ ഇത് എന്നുള്ള മട്ടിലല്ല ഫോക്കസ് ചെയ്യണത്. അപ്പോഴും വേറെ വെച്ചാൽ മീൻസ് പഠിത്തം നടന്നുകൊണ്ടിരിക്കണതാണ്. പിന്നെ പുറത്ത് പോവാം എന്നുള്ളൊരു പ്ലാൻ അപ്പോൾ വന്നു. കാരണം അപ്പോൾ എല്ലാവരും ഒരു ട്രെൻഡായിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും പുറത്ത് പോകുന്നു അത് സമയം. പക്ഷെ പുറത്ത് പോകാൻ അത്യാവശ്യം കാശ് നമുക്ക് എന്താ പറയുക വേണം. അപ്പോൾ ആ സമയത്താണ് കുറച്ച് നമ്മൾ ടൈറ്റായിട്ട് നിൽക്കുന്ന ടൈമൊക്കെ ആയിരുന്നു. നമ്മൾക്ക് കുറച്ച് ഇതൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ വാടക വീട്ടിലോട്ട് ഷിഫ്റ്റൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എന്തായാലും പുറത്തോട്ട് പോകാനുള്ളൊരു ഫണ്ടിങ് എന്തായാലും എടുക്കാൻ ഉണ്ടാവില്ല എന്നൊരു ബോധ്യം വന്നപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ വേറെ എന്താ. അപ്പോൾ ഒരു കോഴ്സ് ഉണ്ട്, മേ ബി ചിലർക്ക് അറിയാൻ പറ്റും, ഒരു സ്കോളർഷിപ്പ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിനിങ്ങനെ അപ്ലൈ ചെയ്ത് നമുക്കത് കിട്ടണമെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഇപ്പോൾ നമ്മൾ കോഴ്സ് എടുത്തു. അപ്പോൾ ആ കോഴ്സിൻ്റെ ഓരോ മൊഡ്യൂളും ഓരോ കൺട്രിയിൽ ഓരോ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടായിരിക്കും. അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല മൊഡ്യൂള് പല കൺട്രിയിൽ വലിയ ക്യാമ്പസിൽ വെച്ചായിരിക്കും. എന്ത് വേണം, ഞാനപ്പോൾ അത് കണ്ട് ഇല്ല കുറച്ച് നേരം ഇൻട്രസ്റ്റ് ആയിട്ട് അതിൽ കുറച്ച് നേരം നോക്കി നിന്നിട്ടുണ്ടായി. നോ ചാൻസ് അങ്ങനെ അത് പോയി നോക്കി. പിന്നെ ക്രൂസ് ഷിപ്പിൽ ഇതും അലവ് യു ടു ട്രാവൽ അടിച്ചു നോക്കിയപ്പോൾ വന്നപ്പോൾ ക്രൂസ് ഷിപ്പിൻ്റെ ഇപ്പോൾ റോയൽ കരീബിയൻ MSC ക്രൂസസ്. അപ്പോൾ അതിലൊക്കെ കയറി കുറേ ഇങ്ങനെ നോക്കുമായിരുന്നു. എല്ലാം ഗൂഗിളിൽ കയറി ഇങ്ങനെ നോക്കും. അപ്പോൾ എൻ്റെ പഠിത്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് കഴിയാറായി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ കോഴ്സ് വന്നിട്ട് ഞങ്ങൾ 2ാമത്തെ ബാച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കമ്പനീസൊക്കെ ആയിട്ട് ഇങ്ങനെ കൊളാബായിട്ട് വന്നിട്ടുണ്ട് അയാൾ. അപ്പോൾ ഞങ്ങളുടെ ടൈം ആയപ്പോഴേക്കും കുറച്ച് അങ്ങനെ കമ്പനീസ് വന്ന് ഈ പ്ലേസ്മെൻറ്റ് ടൈമായി. അങ്ങനെ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു കമ്പനിയിൽ പ്ലേസ്മെൻറ്റും ആയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴേക്കും ലാസ്റ്റ് എക്സാം ജൂലൈ ആണെന്ന് തോന്നുന്നു. ജൂലൈ ലാസ്റ്റ് എക്സാമിൻ്റെ സോറി ഞാനൊന്ന് കുടിക്കട്ടെ. ജൂലൈ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിൽ ഇങ്ങനെ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ നടപ്പുണ്ട്, ചെന്നൈയിൽ ഇൻ്റർവ്യൂ നടപ്പുണ്ട് എന്നുള്ളൊരിത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ടും കൂടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ആഡായിട്ടാണ് കണ്ടത്. ഏതോ ഒരു പരീക്ഷയ്ക്ക് പോണേൻ്റെ രാവിലെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ആഡായിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കൊള്ളാം, ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിലാകുമ്പോൾ നമ്മുടെ ഏതോ മിസ് എന്തോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കൊന്ന് ചെന്നൈ ഇറങ്ങുകയും ചെയ്യാം, ഇൻ്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്യുന്നുള്ളൊരു എക്സ്പീരിയൻസും ആയി എന്നുള്ള മട്ടാണ് നമുക്കുള്ളത്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനോളും ഇതാക്കി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എക്സാമിന് പോയി അത് ഇതാക്കി. അപ്പോൾ പ്ലേസ്മെൻ്റ് എന്നുള്ള ഇതിലാണ് ഇത് നമുക്ക് കിട്ടണമെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകാൻ ഒരു എക്സ്പീരിയൻസ് ആവും എന്നുള്ള മട്ടിലാണ് എനിക്കുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്ത് ഹോസ്റ്റലൊക്കെ വിട്ട് പോണ വിഷമത്തിൽ വീട്ടിലെത്തി. അപ്പോഴാണ് ഈ പ്ലേസ്മെൻറ്റ് ഇത് വന്നത്.
പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഇതൊരു ടൂറിസ്റ്റ് കമ്പനിയാണ്. പാക്കേജ് വലിയ ഇതുണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാംഗ്ലൂരായിരുന്നു, മംഗലാപുരത്തായിരുന്നു. അപ്പോൾ സ്റ്റേ ഉണ്ടായില്ല, ഫുഡ് ഇതൊക്കെ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇതാവുമ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി വലിയ ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് അങ്ങനത്തെ ഇതാണ്. അപ്പം ഞാൻ കൂടുതലും ആ സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഏവിയേഷനാണ്. അപ്പോൾ പിന്നെ അത് നോക്കാം എന്നുള്ള ഇത് എനിക്കൊരു സൈഡിലുണ്ട്. പക്ഷെ പ്ലേസ്മെന്റ് കിട്ടിയ ജോലി ഞാനായിട്ട് ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് പോയാൽ ഇനിയിപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു നഷ്ടബോധം അങ്ങനത്തെ ഒരു സംഭവം അടിക്കുമെന്ന് എനിക്ക് വേറെ ഇത്. എന്നപ്പോൾ എൻ്റെ ഒരു HOD സാറിനായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ജസ്റ്റ് ഒരു ഇതാണ്, ലേസിക്ക് അത് ഇഷ്ടമുണ്ടെന്നാണെങ്കിൽ അതാണ് നോക്കേണ്ടത്, അത് നോക്കണം എന്നായിട്ട് പുള്ളി പറഞ്ഞപ്പോൾ ഓക്കെ അങ്ങനെ നമുക്കൊരു സാറങ്ങനെ പറഞ്ഞ് ഇതാക്കിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു ഇതായി അങ്ങനെ. പക്ഷെ എനിക്ക് ആ സമയത്ത് ഹോസ്റ്റലായപ്പോൾ എനിക്ക് ഡബിൾ മൈൻഡ് ആയിരുന്നു, ഇതാക്കണം എന്ന് പറഞ്ഞു. കാരണം മീൻസ് ഇപ്പോഴതെ നമുക്ക് ജോലി കിട്ടാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു ടൈമാണ്. അപ്പോൾ കിട്ടിയ ജോലി കളഞ്ഞു എന്നുള്ളൊരു ഇത് എനിക്ക് എന്താവും എന്നുള്ളൊരു ഇതിലുണ്ടായിരുന്നു. ചിലവർ പറഞ്ഞു എന്തായാലും കിട്ടിയ ജോലിയല്ലേ ചെല്ല്, സാലറി ഒന്നും നോക്കണ്ട, ബട്ട് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുക, ഇതാക്കണ്ടെന്നുള്ള വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓക്കെ താല്പര്യമില്ലെങ്കിൽ ചെയ്യണ്ട എന്നുള്ള മട്ടിൽ പറഞ്ഞ് അവസാനം ഞാൻ എൻ്റെ ഓഫർ ലെറ്റർ വരെ എനിക്ക് വന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ അവർക്ക് തിരിച്ച് മെയിൽ അയച്ച് പിന്നെ ഫോണൊക്കെ വിളിച്ച് ലാസ്റ്റ് ഞാൻ ആ ഇത് ക്യാൻസലാക്കി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സാറ് പറഞ്ഞ് ഇങ്ങനെ ഒരു ബാംഗ്ലൂരിലൊരു കോഴ്സ് ഉണ്ട്, അയാട്ടയുടെ കോഴ്സ് ഉണ്ട്. മേ ബി അത് എടുക്കണമെങ്കിൽ മേ ബി കുറച്ചും കൂടി ഏവിയേഷനെ പറ്റി കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഏതെടുക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതാവോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചെന്നാൽ അത് ചെയ്യാം. അപ്പോൾ ആ കോഴ്സൊക്കെ നോക്കുമ്പോൾ അതിനും കുറച്ചൊരു പെർട്ടിക്കുലർ ഫീ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഫീയുടെയും കൂടെ ഇത് നോക്കിയിട്ട് ഞാനപ്പോൾ കുറച്ചിങ്ങനെ എന്താക്കും എന്നുള്ള മട്ടിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഫീ കൊണ്ടേ കൊടുത്ത് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല കുറച്ച് ടൈറ്റായിട്ടൊക്കെ കാരണം ഫീ കൊടുത്ത് കഴിഞ്ഞിപ്പോൾ അത് ഇനി എന്താവും എന്നുള്ള മട്ടിൽ ഇപ്പം ഞാനപ്പോൾ ഓൾറെഡി ഇതിൽ നിന്ന് പറഞ്ഞ് മറ്റേ ജോലിയും ഇതാക്കി. അപ്പം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കണ ഒരു ടൈമും എന്താക്കണം മറ്റേതും ഇപ്പം ഞാൻ എന്തായാലും വേണ്ടാന്ന് വെച്ച് ഇപ്പം അയാട്ടൊക്കെ പഠിക്കാനാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫീ ഉണ്ട്. അപ്പം എനിക്കതൊരു വീട്ടിൽ പറയാനൊരു ഇതുമായി ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഒരു ഉച്ച ടൈമിൽ ഓഗസ്റ്റ് ഒരു 15 ആ ടൈം എന്തോ ആണ്, 15-ാം തീയതിയോ 16-ഓ 10-ഓ അങ്ങനെ എന്തോ ഒരാഴ്ചയാണ്. ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ വെറുതെ എൻ്റെ വീട്ടിലിങ്ങനെ ഫോൺ നോക്കി കിടക്കുന്ന സമയത്ത് എനിക്കൊരു മെയിൽ വന്ന് ഖത്തർ എയർവേസിൻ്റെ ആയിരുന്നു. അതായത് ഞാൻ ജൂലൈയിൽ അപ്ലൈ ചെയ്ത ഖത്തർ എയർവേസ് ചെന്നൈ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അതൊരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയായിരുന്നു. അതിനെന്നെ ഇൻവൈറ്റ് ചെയ്തെന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്ന്. ഞാനപ്പോൾ കാരണം ഞാൻ പ്രതീക്ഷിക്കണേ ഇല്ല. കാരണം അന്ന് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാനത് വിട്ടേ കളഞ്ഞ് ആ കാര്യം. ചിലരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രീം ജോബാണോ എന്നുള്ളത്. പറഞ്ഞാൽ അല്ല. കാരണം വെച്ചാൽ എനിക്കത് മൈൻഡിൽ എനിക്കൊന്നും ഉണ്ടായില്ല ഡ്രീമായിട്ട്. അതാണ് ഇതെന്നല്ല, എനിക്കൊന്നും ഉണ്ടായില്ല ഡ്രീമായിട്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഇങ്ങനെ എന്തെങ്കിലും ട്രാവൽ ചെയ്തൊക്കെ നടക്കാൻ പറ്റുക, ഇരുന്നല്ലാണ്ട് ട്രാവൽ ചെയ്തൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അപ്പോഴെനിക്ക് അറിഞ്ഞുകൂടാ ഏത് ജോലി എടുക്കണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ആണ്. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ബ്രദറാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ആ സമയത്ത്. ബാക്കി മമ്മിയും പപ്പയൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ ഫസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഇതെന്താ ആദ്യം ഞാൻ വിചാരിച്ചാൽ സ്കാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ആ സമയത്ത് ഇങ്ങനെ നമുക്ക് കോഴ്സ് കഴിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ വരുമല്ലോ മെയിൽ സംഭവങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒഫീഷ്യൽ ഇതിന്നൊക്കെ തന്നെയാണ് വന്നേക്കണത്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ. അപ്പോൾ എന്താ ചെയ്യണം? അപ്പോൾ നീ പോവാറ്റുണ്ടേ നല്ല എക്സ്പെൻസ് അല്ലേ? ഞാൻ ചെന്നൈയിലാണ് നല്ലോട്ട്. അപ്പോൾ ഞാനപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുമിച്ച് ആൾ അപ്ലൈ ചെയ്ത് എൻ്റെ ഫ്രണ്ടായിട്ട്. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇപ്പോൾ പോവാം. പക്ഷെ അവൾ എന്തോ കാരണം കൂടെ ഒക്കെ അപ്ലൈ ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ആദ്യം വിചാരിച്ച് നമുക്ക് ചെന്നൈ പോയി നമ്മുടെ ഒരു ടീച്ചറിൻ്റെ അവിടെ നിന്ന് ചെന്നൈയും കണ്ട് ജസ്റ്റ് ഒരു മേ ബി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് വരാം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇതാവുമല്ലോ, ഒരു ഇൻ്റർനാഷണൽ കമ്പനി ആണല്ലോ. അപ്പോൾ അറ്റൻഡ് ചെയ്യാം, എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ള മട്ടിലാണ്. പക്ഷെ അവൾക്ക് അങ്ങനെ വരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അവളായിട്ട് പോയി നടക്കേണ്ട ആ പ്ലാൻ അങ്ങോട്ട് പോയി. പിന്നെ ഓഫ് കോഴ്സ് ചെന്നൈയിലായതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞ് ഇങ്ങനെയാണ് സംഭവം, അപ്പോൾ വീട്ടുകാരായിട്ട് പോകാം എന്നുള്ള ഒരു മട്ടായി. അപ്പോൾ 3 ദിവസത്തേന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് വരണം എന്നായിരുന്നു അതിൽ എഴുതി വെച്ചത് ഇൻ്റർവ്യൂവിൽ. അങ്ങനെ ഞങ്ങൾ ട്രെയിനെടുത്ത് എന്താണ് അപ്പോൾ ഒരു 2 ദിവസത്തെ ഓഫ് എന്താ എടുത്തിട്ടുണ്ടായുള്ളതുമാണ്. കാരണം നമ്മൾ എന്താന്നൊക്കെ പ്രതീക്ഷിക്കുക. എൻ്റെ ഫസ്റ്റ് എന്താ പറയുക പ്ലേസ്മെൻ്റ് അല്ലാണ്ട് അറ്റൻഡ് ചെയ്യണ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. ഫ്രഷറാണ്.
അത് ഇൻ്റർനാഷണൽ ഒരു കമ്പനിയാണ്. എനിക്കിത് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതായത് ഞാൻ ഇത് കഴിഞ്ഞ് അവളും ഇല്ല, നമ്മൾ ചെന്നൈ അങ്ങനെ നടക്കാം എന്നുള്ള പ്ലാനൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓക്കെ നമ്മൾ എന്തായാലും ഒരുങ്ങി പപ്പയും മമ്മിയും ഞാനൊക്കെ ആയിട്ട് പോണേണ്, ചെന്നൈയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോണേണ്. അപ്പോൾ എന്തായാലും അത് വെറുതെ ആവണ്ട, അറ്റ്ലീസ്റ്റ് എൻ്റെ സൈഡിൽ ഞാൻ എന്തായാലും കുറച്ച് പ്രിപ്പയർ ആവാന്ന് വെച്ചാൽ ഞാൻ പിന്നെ അപ്പം തൊട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കാണാൻ തുടങ്ങി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതും പിന്നെ ഗ്രൂമിങ് സംഭവങ്ങളും അതിനൊക്കെ പറ്റി ഞാൻ ഇതായിക്കണം. ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് പോകണ്ട, കാരണം എന്തായാലും ചെന്നൈ വരെ ഞാൻ പോകണല്ലേ, അപ്പോൾ വെറുതെ പോകണ്ട, കാരണം പൈസ മുടക്കി പോകണേണ്. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ വീഡിയോസ് കാണാൻ തുടങ്ങി, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ തുടങ്ങി, എങ്ങനെയാണ് സംഭവം, എങ്ങനെ പോകണം, എത്ര പ്രിപ്പയർഡ്, മീൻസ് ഗ്രൂമിങ് ഒക്കെ എങ്ങനെ നോക്കണം, പിന്നെന്താ പൊതുവെ എന്തൊക്കെ റൗണ്ടൊക്കെയാണ് ഉണ്ടാവാറുള്ളത്, എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, പിന്നെന്താ നമ്മൾ എന്തൊക്കെ നോട്ടീസ് ചെയ്യണം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള ബേസിക് ഇൻ്റർവ്യൂസ് സംഭവങ്ങളും പിന്നെ ക്യാബിൻ ക്രൂവിൻ്റെ ഇതും എക്സ്പീരിയൻസ്. ഞാൻ കുറേ വീഡിയോ യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്ന് കാണാൻ തുടങ്ങി. മേ ബി ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു കുറച്ച് ആൻസേഴ്സ്, അതായത് എങ്ങനെ ചോദ്യം വന്നാലും ഈ തട്ടിമുട്ടി നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഉത്തരങ്ങളൊക്കെ എങ്ങനെയാണ് ആക്കേണ്ടതെന്നൊക്കെ ഞാനൊരു കുറച്ചൊരു ഇതിൽ പ്രിപ്പയർഡുണ്ടായി. അപ്പം അങ്ങനെ ചെന്ന് എൻ്റെ വീട്ടിൽ വെച്ചാൽ മമ്മിക്ക് അത്യാവശ്യം പ്രതീക്ഷ. അപ്പോൾ വിചാരിച്ചു നമുക്ക് എക്സ്പീരിയൻസ് എന്നുള്ള വീട്ടിലാകുമ്പോൾ എല്ലാവരും പോണത്. ഫസ്റ്റ് ദിവസം ചെന്നപ്പോഴേക്കും ഞാൻ എക്സാജറേറ്റ് ചെയ്യണമല്ല, അവിടുത്തെ ആളും പറഞ്ഞു 3000+ ആപ്ലിക്കൻസ്. അതിൽ കൂടുതലും എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റൊക്കെയുള്ള ആൾക്കാരാണ്. കണ്ടപാടെ എൻ്റെ വീട്ടുകാരുടെ അത് കണ്ടപ്പോൾ തന്നെ കൊള്ളാം. ഞാനും ചോദിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് ഭയങ്കര ഫുൾ കോൺഫിഡൻറ്റ് കുറവില്ലെന്നല്ല, എന്നാലും എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഞാൻ അത്രയും ഇതായിട്ട് കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല. ഓക്കെ നന്നായിട്ടില്ല, പക്ഷേ അറ്റൻഡ് ചെയ്ത് നമ്മളത്തെ ഇതാവണ്ടാണ്ട്. പക്ഷേ ഭയങ്കര ആ സമയത്ത് എനിക്കൊരു അവിടെ നിന്നൊരു പരിചയപ്പെട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു, അവളുടെ സെക്കൻഡ് ടൈം എന്തോ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെന്ന് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ യൂഷ്വൽ ഇൻ്റർവ്യൂ റൗണ്ടായിരുന്നു. പറഞ്ഞോളൂ, അതിനിപ്പോൾ ഇതിലും പറഞ്ഞത് ഇപ്പം തന്നെ വലിയ വീഡിയോ എന്ന് തോന്നുന്നു. ഇതാക്കുന്നില്ല, 3 റൗണ്ട്. ആദ്യം CV ഡ്രോപ്പും പിന്നെ ഹൈറ്റ് ചെക്കും. അതിൽ നിന്ന് സെലക്റ്റായ കുറച്ച് പേരെ നാളെ വിളിച്ചിട്ട് പ്രസൻറ്റേഷൻ, പിന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ്, പിന്നെ സ്കാർ, ഇതൊക്കെ ചെക്ക് ചെയ്യൽ. അതിൽ നിന്ന് അവർ കുറച്ച് പേരെ സെലക്റ്റാക്കി മേ ബി ഒരു 3000 നിന്ന് ഒരു 50 പേരെ 100 പേരെ ആക്കിയിട്ട് 3-ാമത്തെ ദിവസം പേഴ്സണൽ ഇൻ്റർവ്യൂ. അങ്ങനെ വിളിച്ചൊരു 40 പേരുടെ ഒരു ചെറിയ ഇതാക്കി. അതിന് ശേഷം പിന്നെ ഒരു ഡോക്യുമെൻറ്റ്സ് അയക്കാൻ പറയും. അതിൽ നിന്ന് കുറച്ച് പേര് അവർ കളഞ്ഞ്. കൂടെ വന്ന കൊച്ചിനൊക്കെ റൗണ്ട് ആയപ്പോഴാണ് പോയത്. ഒരു സ്കാറിൻ്റെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു യെല്ലോ വാക്സിനേഷൻ എന്നുള്ള സംഭവം എടുക്കാനുണ്ട്. അത് കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്ത് അയച്ചു കൊടുന്നപ്പോഴേക്കും നമുക്ക് ഓഫർ ലെറ്റർ വന്ന്. അങ്ങനെ ആ സമയത്ത് അത് നമ്മൾ എല്ലാവരും കൂടെ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്താണ് ഓഫർ ലെറ്റർ വന്നത്. എന്താ പറയുക, ഒരു ഭയങ്കര എനിക്ക് ഭയങ്കര സംഭവമായിട്ട് അപ്പല്ല. എനിക്ക് ആ ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴേ എനിക്കൊരു വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയി. കാരണം ഞാൻ പ്രതീക്ഷിക്കണില്ല നമുക്ക് അപ്പോൾ ഒരു ചെറിയൊരു അടുത്ത റൗണ്ടിൽ സെലക്ട് ആവണത് പോലും എനിക്ക് വലിയൊരു സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രഷറാണ്, എൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ എനിക്കതൊരു വലിയൊരു സംഭവമായിരുന്നു. ഒരു റൗണ്ടിൽ നിന്ന് അടുത്ത റൗണ്ടിൽ എടുക്കുമ്പോൾ തന്നെ എനിക്കൊരു നല്ലൊരു ഇതായിരുന്നു. കാരണം നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് അതും ഒരു വീഡിയോ ഒക്കെ കണ്ട ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ പോയിട്ട് നമുക്ക് ഒരു റൗണ്ടിൽ പോലെ അടുത്തതിൽ ചെയ്യാമെന്ന അത് വലിയൊരു കാര്യമായിരുന്നു. അപ്പം വിചാരിച്ച് വെച്ച് നമ്മൾ ഇങ്ങനെ നമ്മൾ അടുത്ത ദിവസം ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. കാരണം പ്രതീക്ഷ ഒത്തിരി, കാരണം ആൾക്കാർ അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് ആയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ അടുത്ത ദിവസം ഏതൊക്കെയാണ് നാട്ടിലോട്ട് ഉള്ള ടിക്കറ്റ് ഏതൊക്കെയാണുള്ളതെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ റൗണ്ടും സെലക്ട് ആയിട്ട് ഞാനിങ്ങനെ അപ്പോഴും ഈ റൗണ്ട് കിട്ടി, കിട്ടിയാ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ നോക്കണല്ലോ, അടുത്ത ദിവസം ഇനിയിപ്പോൾ ഏതൊക്കെ ട്രെയിനാണുള്ളത്. അപ്പോൾ 2-ാമത്തെ ദിവസം കഴിഞ്ഞ് സെലക്ട് ആയപ്പോഴേക്കും 3-ാമത്തെ ദിവസം ആയപ്പോഴേക്കും നമുക്ക് പിന്നെ കുറച്ചും കൂടെ പ്രതീക്ഷ കൂടി. ഓക്കെ, 3rd ഡേ ആയി, ഇത്രയും പേരിലൊരു ഷോർട്ട് ലിസ്റ്റ് ആയി. അപ്പോൾ കുറച്ച് ഞാനും അവരും പിന്നെ കുറച്ച് സീരിയസ് ആവാൻ തുടങ്ങി 3rd ഡേ. അപ്പോൾ 3rd ഡേ തൊട്ടാണ് പിന്നെ നമുക്കൊരു സീരിയസ് ഇതായത്. 3-ാമത്തെ ദിവസം അത് പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോട്ട് പിന്നെ ഒരു പ്രതീക്ഷ വരാൻ തുടങ്ങി, കുറച്ചും കൂടെ എന്താ പറയുക ഫോക്കസ്ഡ് ആയി. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു കുറേ വീഡിയോസ് കാണാൻ തുടങ്ങി. ഇതിനെപ്പറ്റി ഞാൻ
കുറേ നോക്കാൻ തുടങ്ങി. ഈ ഒരു ക്യാബിൻ ക്രൂ മേഖല, ഇവൻ്റെ ബെനിഫിറ്റ്സ്, ഇതിൻ്റെ ലൈഫ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതായിട്ട് പിന്നെ എനിക്കൊരു അങ്ങനെയാണ് ഞാൻ ഈ ജോലി അല്ലെങ്കിൽ സംഭവത്തിനോട് എനിക്കൊരു ഇഷ്ടം വരുന്നത്. ഓഫ് കോഴ്സ് അതിൻ്റെ സാലറി അതും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. സാലറി പാക്കേജിങ് ആവട്ടെ, എൻ്റെ ലൈഫ് ആവട്ടെ, എൻ്റെ ബെനിഫിറ്റ്സ് ആവട്ടെ, കൂടുതലായിട്ട് ബെനിഫിറ്റ്സ് ആണ്. അപ്പം എല്ലാം എനിക്ക് ഇഷ്ടമാകാൻ തുടങ്ങി. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതൊക്കെ ഈ ജോലി ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ പറയേണ്ടത്. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സംഭവത്തിലൊക്കെ മിക്കതും ഈ ജോലി ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ജോലി ഒരു ഇഷ്ടപ്പെട്ടൊരു സംഭവമായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ 3rd ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മളുള്ള ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കിയപ്പോഴും പിന്നെ ഒരു പ്രതീക്ഷ വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഹോപ്പ് വെക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഓരോ വരുമ്പോഴേക്കും പിന്നെ ഒരു ഇതാണ് അങ്ങനെ യെല്ലോ വാക്സിനേഷൻ കഴിഞ്ഞ് നമ്മൾക്ക് ബ്ലഡ് ടെസ്റ്റും കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഓഫ് കോഴ്സ് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താ പറയുക, വൈനോട്ട് എല്ലാവർക്കും ഉണ്ടാവില്ല. കാരണം ഇൻ്റർനാഷണൽ കമ്പനിയിൽ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയേക്കണ ഒരു ഇതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രത്തോളം. എൻ്റെ 3-4 തവണയൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന കുറേ പിള്ളേരും ചേച്ചിമാരെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. എന്താ പറയുക, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ബ്ലെസ്ഡ് അല്ലെങ്കിൽ ഭയങ്കര ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നി സത്യം പറഞ്ഞു ഈ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ. പിന്നെന്താ, അങ്ങനെ വീട്ടിൽ മമ്മീനെയാണ് വിളിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് പിന്നെ പക്ഷേ എല്ലാവർക്കും നമുക്ക് സംശയമായിരുന്നു ഇനിയിപ്പോൾ ഇത് ഒറിജിനൽ തന്നെയാണോ. കാരണം ഞാൻ പറഞ്ഞില്ല, നമുക്ക് അങ്ങനെ പരിചയത്തിൽ ആരുമില്ല ഈ ഒരു ജോലി ചെയ്യണതോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റണതോ അങ്ങനെ അന്വേഷിക്കാൻ പറ്റുന്നത്. ഖത്തറിലല്ലേ, അന്വേഷിക്കാൻ അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ ആകെ നോക്കണം ഒഫീഷ്യൽ ഇതാണ്. അപ്പോൾ വീട്ടിൽ ഞാൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് ഉള്ളത് തന്നെയാണ്, അത് സത്യതയാണ്, ആ കമ്പനി തന്നെയാണ്, അങ്ങനത്തെ ഇതാണ്. നമുക്ക് അങ്ങനെ ആദ്യം വിശ്വസിക്കാനും പറ്റുന്നുണ്ടായില്ല എൻ്റെ വീട്ടിൽ. പിന്നെ ഓഫർ ലെറ്റർ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൗസിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, ബാക്കി സംഭവങ്ങൾ, പിന്നെ ഫ്ലൈയിങ് ഡേറ്റ്, ടിക്കറ്റ്, അങ്ങനെ സംഭവങ്ങൾ ഞാൻ ടിക്കറ്റ് അയച്ചു തന്നിട്ട് ഞാൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ആ PNR വരെ അടിച്ചു നോക്കി. ഇനിയിപ്പോൾ ലാസ്റ്റ് വരെ പറ്റിക്കപ്പെട്ടു എന്നുള്ള സംഭവത്തിൽ ചമ്മി പോരടല്ല വിചാരിച്ച് ഞാൻ അങ്ങനെ നോക്കാൻ തുടങ്ങിയതാണ്. മീൻസ് ഇൻ്റർവ്യൂവിൻ്റെ കയ്യിലെല്ലാം ഡൗട്ട് ഈ വന്ന മെയിലിൽ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ഒരു ഇതാണ്. അപ്പോൾ അതിനോ എന്ത് ചെയ്യാൻ എൻ്റെ ജേണി ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു ജേണിയാണ് എൻ്റെ. അപ്പോൾ അതാണ് സംഭവം, എൻ്റെ ഒരു കരിയർ ജേണി അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു ക്യാബിൻ ക്രൂ ആയെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. എനിക്ക് ചില സമയത്ത് എനിക്ക് എൻ്റെ ജേണി ഓർത്ത് എനിക്ക് എൻ്റെ ചിരി വരും. കാരണം അല്ലേ, ഞാൻ +2 ബയോമാക്സ്, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ MBA ടൂറിസം. പിന്നെ ടൂറിസം മേ ബി ഇതായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ടെന്ന് പറയാം. പക്ഷെ എൻ്റെ ഒരു ജേണി എടുത്ത് നോക്കുമ്പോൾ എന്താ പറയുക, എന്നോട് ചിലവർ പറയുന്നത് എന്താണ് ചിക്കനും സാമ്പാറൊക്കെ പോലെ ഒരു ബന്ധവും ഇല്ലല്ലോ അതിൻ്റെ ഒരു വരവ് എന്ന് പറയും. അപ്പോൾ ഞാൻ അപ്പം എന്താണോ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത് ഞാൻ അങ്ങനെയാണ് എടുത്തേച്ചത്. ഞാൻ അങ്ങനെയാണ് ക്യാബിൻ ക്രൂ ആയെന്ന് പിന്നിലുള്ളൊരു കഥ. അപ്പോൾ കുറേ പേര് ചോദിച്ചു എൻ്റെ അടുത്ത് ഏവിയേഷൻ കോഴ്സ്. സത്യമായിട്ട് അപ്പോൾ എനിക്കതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും. ഞാൻ അങ്ങനത്തെ ഒരു ഇതിൽ അതിനെപ്പറ്റി കൂടുതൽ വന്ന ഒരാളാണ്. എനിക്ക് ഓഫ് കോഴ്സ് അയാട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി നോക്കായിരുന്നു ചെയ്യണം. പക്ഷെ അപ്പോഴേക്കും എനിക്ക് ഈ ഒരു സംഭവം വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ അതുമായിട്ട് പ്രൊസീഡ് ചെയ്തില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എന്താ ഇൻസ്പയറിങ് ഓർ നോട്ട്. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ താല്പര്യം അത് ചെയ്യുക. പിന്നീട് റിഗ്രറ്റ് ആയിട്ട് മാറാണ്ടിരിക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ട് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് യു ആർ ട്രൈയിങ് ഇറ്റ്. നിങ്ങളെന്താണോ ഉദ്ദേശിച്ചത് അതാണ് നിങ്ങൾ ചെയ്യണത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജേണി പ്ലസ് പറയാനുള്ളത്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ കുറേ പേരോട് ചോദിച്ചു എന്നോട് കരിയർ ജേണി ഇടോ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ. വീണ്ടും നമുക്കൊരു നല്ല വീഡിയോസായിട്ട് കാണാം. അപ്പോൾ ബൈ.